ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഭയങ്കര മടിയായിരുന്നു. ഞാൻ ഈ രാത്രി വന്നിട്ട് ഫോണിൽ തോണ്ടി കിടന്നിട്ട് പിന്നെ എണീറ്റ് പോകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്ന് ഇനിയിപ്പം ബസ്സിന് പോകണ്ട, ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് നേരെ ടാക്സിക്ക് വിടാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ല ഇന്നത്തെ പ്രത്യേകത. ഇന്നുണ്ടോ സണ്ണ് വന്നിട്ടുണ്ട്. ഇവിടെ സൂര്യൻ ഇങ്ങനെ നമ്മളെന്നൊക്കെ ചിരിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഭയങ്കര വെയിലുള്ള ദിവസം, നല്ല വെയിലുള്ള ദിവസം. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ വെയിലല്ലല്ലോ. ഇവിടെ എത്ര വെയിൽ വന്നാലും അതിനനുസരിച്ചൊരു തണുപ്പുണ്ടാവും. അതായത് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ മടുക്കൂല, എത്ര വെയിൽ തിന്നാലും നമുക്ക് മടുക്കൂല. ജാക്കറ്റ് ഇടാതെ പുറത്തിറങ്ങാൻ ചെറിയൊരു പേടി. ഇനി കുറച്ച് കഴിയുമ്പോൾ തണുത്താലോ. കാരണം എനിക്ക് തണുപ്പൊട്ട് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. എനിക്ക് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുമല്ലോ വെയിൽ വന്നാലുണ്ടാകുന്ന സന്തോഷം എന്താണ്. ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഗൈസ്. ഇന്ന് ഇവിടുത്തെ ഡോണറ്റ് ഡേ ആണ്. ഡോണറ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ പോളിഷുകാരുടെ അവർ ആഘോഷിക്കുന്നൊരു ദിവസമാണ്. ഈസ്റ്ററിനോടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ ആഘോഷിക്കുന്നൊരു സംഭവമാണ്. നമ്മൾ നോമ്പെടുക്കുന്നതിന് മുമ്പായിട്ടുള്ള അവരുടെ ഒരു സെലിബ്രേഷൻ. എന്തോ കാർണിവലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത്തി ഇന്നലെ എൻ്റെ അടുത്ത്. പക്ഷെ എനിക്കിത് കൃത്യമായിട്ടും കൂടി മനസ്സിലായില്ല. എന്തായാലും സംഭവം അവർ ഈസ്റ്ററിൻ്റെ നോമ്പ് എടുക്കുന്നതിന് മുന്നേ അവർ നന്നായിട്ട് മധുരവും കാര്യങ്ങളൊക്കെ കഴിക്കും എന്നാണ് പറഞ്ഞത്. നല്ലോണം മധുരം എത്രയും നോക്കാതെ, ഷുഗർ നോക്കാതെ അത് കഴിക്കും. പിന്നെ ഫാറ്റ് നോക്കാതെ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കും. അങ്ങനത്തെ ഒരു ആഘോഷം. അത് കഴിഞ്ഞിട്ട് അവർ നോമ്പെടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. ഐറി ഇന്ന് എനിക്ക് ഒരു സർപ്രൈസ് എന്തായാലും കൊണ്ടുവരും. കാരണം പുള്ളിക്കാരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമ്മാനങ്ങളൊക്കെ തരാറുണ്ട്. അതായത് ഫുഡ് ഞാനിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട്. അവർക്ക് സ്പൈസി ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ, കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കിയപ്പോൾ, പിന്നെ സമോസ ഉണ്ടാക്കിയപ്പോൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഐറിനിൽ നിന്ന് എനിക്ക് കൊണ്ടുവരുന്ന ഡോണറ്റ് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഓഫീസിൽ എത്തിയിട്ടില്ല, ഞാൻ പോകുന്ന വഴിക്കാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓഫീസിൽ എത്തി കഴിയുമ്പോൾ പുള്ളിക്കാരി എനിക്ക് തന്നു കഴിയുമ്പോൾ ഞാൻ ബ്രേക്കിന് നിങ്ങളെ കാണിക്കാം. എന്നോട് ഇന്നലെ പറഞ്ഞത് രാത്രി പോയിട്ട് പുള്ളിക്കാരി ഇന്ന് രാവിലത്തേക്ക് ബേക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരി ബേക്ക് ചെയ്യുവാണെങ്കിലും മേടിക്കുവാണെങ്കിലും എന്താണെങ്കിലും കൊണ്ടുവരുന്ന ഡോണറ്റ് എന്തായാലും ഞാൻ കാണിക്കാം. അവരുടെ ഡോണറ്റ് ഡേക്ക് അവർ കഴിക്കുന്ന, അല്ലെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന സംഭവം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഐറിന് എനിക്ക് ഡോണറ്റ് കൊണ്ടുവരുന്നു. പുള്ളിക്കാരി കൊണ്ടുവന്ന് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രേക്കിൽ ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. ഞാൻ നിങ്ങളെ ഇതാണ് ഡോണറ്റ്. നോർമൽ സൈസില്ല, ഇത് നമ്മൾ നോർമലി കാണുന്ന ഡോണറ്റ് പോലെയല്ല, കുറച്ച് വലുതാണ്. പിന്നെ നടുക്കൊരു ഇതൊന്നുമില്ല സംഭവം. പിന്നെ എൻ്റെ ഇന്നത്തെ ലഞ്ച് ദോശയും മീൻകറിയാണ്. അപ്പോൾ ഇന്നലെ ബാക്കി ഡോണറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ സ്റ്റാഫ് റൂമിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് അതൊരു ചെറിയ സ്പേസ് അല്ലേ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാഞ്ഞത്. ഡോണറ്റ് ഭയങ്കര വലുതായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. എനിക്ക് മുഴുവൻ ഒറ്റ ബ്രേക്കിന് കഴിക്കാൻ പറ്റില്ല, ഞാൻ 2 ബ്രേക്കായിട്ടാണ് കഴിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.